എല്ലാവർക്കും നമസ്കാരം. ഫിസിക്സിലെ 14th ചാപ്റ്ററായ ഓസിലേഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു തുടങ്ങി അല്ലേ. പീരിയോഡിക് മോഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓർക്കുന്നുണ്ടല്ലോ നിങ്ങളത്. പീരിയോഡിക് മോഷൻ എന്നത് നമ്മൾ കണ്ടു, എ മോഷൻ ദാറ്റ് റിപ്പീറ്റ്സ് ആഫ്റ്റർ സം റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ആ മിനിമം ടൈമിന് നമ്മളൊരു പേരും പറഞ്ഞിരുന്നു, പീരീഡ്. ദെൻ വി ഡിസ്കസ്ഡ് ഓസിലേഷൻസ്. ഓസിലേഷൻ എന്നത് ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ് അല്ലേ. നമ്മൾ കണ്ടു ടൈം പീരീഡ് എന്നത് ഇറ്റ്സ് എ ടൈം ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ആൻഡ് ദ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് മെയ്ഡ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഇത് തമ്മിലൊരു റിലേഷൻ നമ്മൾ ഫോം ചെയ്തിരുന്നു, ന്യൂ ഈക്വൽസ് 1/t. ഫ്രീക്വൻസിക്ക് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ആംഗുലാർ ഫ്രീക്വൻസി ഈസ് 2π ടൈംസ് ദ ലീനിയർ ഫ്രീക്വൻസി. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസിയും ആംഗുലാർ ഫ്രീക്വൻസിയും തമ്മിൽ ഒരു കൺഫ്യൂഷൻ വരരുത്. നമുക്കറിയാം ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് മെയ്ഡ് ഇൻ യൂണിറ്റ് ടൈം ആൻഡ് ആംഗുലാർ ഫ്രീക്വൻസി ഈസ് ദി ആംഗിൾ ഇൻ റേഡിയൻസ് കവേർഡ് ഇൻ യൂണിറ്റ് ടൈം. ഇതിൻ്റെ യൂണിറ്റ്സ് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്കിതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഹെഡ്സ് ആയിരിക്കും. ആംഗുലാർ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ് ആയിരിക്കുകയും ചെയ്യും. ടുഡേ ലെറ്റ്സ് സീ എ സിമ്പിൾ ടൈപ്പ് ഓഫ് ഓസിലേഷൻ ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. SHM എന്നാണ് ഇതിനെ നമ്മൾ അബ്രിവേറ്റ് ചെയ്ത് പറയാറ്. ലെറ്റ് എ പാർട്ടിക്കിൾ ഈസ് ഓസിലേറ്റിംഗ് എലോങ് ദിസ് ലൈൻ. ഈ ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ ലൈനിലൂടെ ഒരു പെൻഡുലത്തിൻ്റെ ബോബ് ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് ഇമാജിൻ ചെയ്താൽ മതി. Initially, this is the position of the bob. At this particular position, no force is acting on the bob along this line. So, this bob will be at rest. ഈ പൊസിഷനെ നമുക്ക് മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കാം. ഈ പൊസിഷനിൽ നിന്നും ബോബ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് ഈ കേസിൽ ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് അസ്യൂം ചെയ്യുന്നത്. So, at this position, we can say displacement x is equal to 0. അപ്പോൾ ആ പ്രോപ്പർട്ടി കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. At the mean position or the equilibrium position, displacement x is equal to 0. ഈ പൊസിഷനിൽ നിന്നും ഞാൻ ഈ ബോബിനെ x ഈക്വൽ ടു +a എന്ന പൊസിഷനിലേക്ക് പുള്ളി ചെയ്തിട്ട് റിലീസ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. നമുക്കറിയാം the bob will come back to x is equal to 0. ആ x ഈക്വൽ ടു 0 വന്നിട്ട് ബോബ് അവിടെയെങ്കിലും റെസ്റ്റിൽ വരുമോ? ഇല്ല. ദ ബോബ് വിൽ ഗോ ടു ദി അതർ സൈഡ്. ദ ബോബ് വിൽ റീച്ച് ദ പോയിന്റ് x is equal to -a. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ കം ബാക്ക് അഗെയിൻ. ദിസ് മോഷൻ വിൽ കണ്ടിന്യൂ. സോ നൗ വി ആർ ഗോയിങ് ടു ചെക്ക് ത്രൂ ഔട്ട് ദ മോഷൻ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ റിമെയിൻസ് കോൺസ്റ്റന്റ് ഓർ നോട്ട്. ഫസ്റ്റ് ലെറ്റ്സ് അസ്യൂം ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഫ്രം ദ മീൻ പൊസിഷൻ towards the extreme position x is equal to +a. ആ ഡയറക്ഷൻ ഓഫ് മോഷൻ ഞാൻ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ സ്പീഡ് ഓഫ് ദ ഓസിലേറ്റർ? നമുക്കറിയാം ഈ സ്പീഡ് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും ആൻഡ് അറ്റ് ദ എക്സ്ട്രീം പോയിന്റ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ വിൽ ബിക്കം 0 ഫോർ എ മൊമെൻറ്റ്. ഈ സ്പീഡ് ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ബോബ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റായി ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ദാറ്റ് ഫോഴ്സ് ഈസ് ഡിറക്റ്റഡ് ടുവേഴ്സ് ദി മീൻ പൊസിഷൻ. ഈ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി മീൻ പൊസിഷനിൽ നിന്നും എക്സ്ട്രീം പൊസിഷനിലേക്ക് പോയപ്പോൾ ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്തത്. സോ റിമെമ്പർ, there is a force acting towards the mean position when the particle travels from the mean position to the positive extreme position. Now let's assume the particle comes back from the positive extreme position to the mean position. നോക്കൂ, ഡയറക്ഷൻ ഓഫ് മോഷൻ നമുക്ക് ഫിഗറിൽ കാണാം. ഈ സിറ്റുവേഷനിൽ വെലോസിറ്റിക്ക് എന്താ സംഭവിക്കുക? വെലോസിറ്റി വിൽ ഇൻക്രീസ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നൗ ഓൾസോ ദർ ഇസ് എ ഫോഴ്സ് വിച്ച് ഇസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദി മീൻ പൊസിഷൻ. ഈ പാർട്ടിക്കിൾ മീൻ പൊസിഷനിലേക്ക് എത്തുമ്പോൾ അതിനൊരു മാക്സിമം സ്പീഡ് ഉണ്ടാവും. വെലോസിറ്റി 0 ആയ എക്സ്ട്രീം പൊസിഷനിൽ നിന്നുമാണ് ഈ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത് തുടങ്ങിയത്. മീൻ പൊസിഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടു വെലോസിറ്റി ഗ്രാജുവലായി ഇൻക്രീസ് ചെയ്യുന്നു.
അപ്പോൾ മീൻ പൊസിഷനിലേക്ക് എത്തുമ്പോൾ മാക്സിമം വെലോസിറ്റി ഉണ്ടാവും ഈ പാർട്ടിക്കിളിന്. ഈ പാർട്ടിക്കിളിന് മാക്സിമം വെലോസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ മീൻ പൊസിഷനിലെ പാർട്ടിക്കിളിന് റെസ്റ്റിൽ വരാൻ പറ്റില്ല. ഇറ്റ് വിൽ ഗോ ടു ദി അതർ സൈഡ്. സോ നൗ ലെറ്റ്സ് കൺസിഡർ the particle is moving from the mean position to the negative extreme x is equal to minus a. പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിക്ക് എന്താ സംഭവിക്കുക? വെലോസിറ്റി വിൽ ഡിക്രീസ് അല്ലേ? പോസിറ്റീവ് സൈഡ് നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെയും വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു എങ്കിൽ തീർച്ചയായും മീൻ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോഴ്സ് ഇപ്പോഴും പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. Because of this force, the velocity will gradually decrease and at the extreme point, the velocity will become 0 for a moment. നമുക്കിനി അടുത്ത സിറ്റുവേഷൻ ആലോചിക്കാം. ഈ നെഗറ്റീവ് എക്സ്ട്രീമിൽ നിന്നും പാർട്ടിക്കിൾ മീൻ പൊസിഷനിലേക്ക് ട്രാവൽ ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ വിൽ കണ്ടിന്യൂസ്ലി ഇൻക്രീസ്. അങ്ങനെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണം ഇപ്പോഴും മീൻ പൊസിഷനിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാണ്. സോ ഈ ഡിസ്കഷൻ നമുക്ക് മനസ്സിലാവുന്നത് ത്രൂ ഔട്ട് ദ മോഷൻ ഓഫ് ദിസ് ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ ദർ ഇസ് എ ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദി മീൻ പൊസിഷൻ. If a force is directed towards the mean position, we can say there is an acceleration directed towards the mean position. So this is one of the conditions to be satisfied to call a motion as simple harmonic motion. എന്തായിരുന്നു ആ കണ്ടീഷൻ? The particle should have an acceleration and that acceleration should direct towards the mean position. Second condition, this acceleration must be proportional to the displacement. So mathematically we can say A proportional to minus x. എന്താ ഈ നെഗറ്റീവ് സൈൻ്റെ മീനിങ്? The meaning of the negative sign is that the acceleration is directed opposite to the direction in which x increases. ഡിസ്പ്ലേസ്മെൻ്റ് ഏത് ഡയറക്ഷനിലാണോ ഇൻക്രീസ് ചെയ്യുന്നത് ആ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും എല്ലായ്പ്പോഴും ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എന്നാണ് ഈ നെഗറ്റീവ് സൈൻ്റെ മീനിങ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയണമെങ്കിൽ വളരെ നെസസറി ആയ ഒരു കണ്ടീഷനാണിത്. സോ എ പാർട്ടിക്കിൾ ഈസ് സെറ്റ് ടു എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ if its acceleration is proportional to displacement and that acceleration is directed towards the mean position. That type of motion is called simple harmonic motion or simply SHM. ഇങ്ങനെയുള്ള മോഷൻ്റെ വേറൊരു പ്രത്യേകത, the displacement of a simple harmonic oscillator can be represented by a simple harmonic function, namely a cosine function or a sine function. That means the displacement can be represented as x of t equals a cos omega t plus phi. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട പോയിൻറ്റ്സ് ഇതാണ്. ഒന്ന്, there is a force directed towards the mean position, or we can say acceleration of the particle is directed towards the mean position and this acceleration is proportional to displacement. And finally, the displacement of a simple harmonic oscillator can be represented as x of t equals a cos omega t plus phi. നമുക്ക് ഈ ഇക്വേഷനിലെ ഓരോ ടേമിനെയും ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. എന്താ എക്സ് ഓഫ് ടി? നമുക്കറിയാം എക്സ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് ഹിയർ വി റെപ്രസെൻറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. കാരണം ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് എക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എക്സിനെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിച്ചത്. ആൻഡ് വി നോ എ ഈസ് ദി മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ഈ ഹാർമോണിക് ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ് ഒമേഗ ടി പ്ലസ് ഫൈ എന്നൊരു ടേമാണ്. ദാറ്റ് ടേം ഒമേഗ ടി പ്ലസ് ഫൈ ഈസ് കോൾഡ് ദ ഫേസ് ഓഫ് ഓസിലേഷൻ. And you can see the phase is time dependent. That means the phase will vary with time. ആ omega t plus phi എന്ന ഫേസിൽ you have another term omega. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് ഒമേഗ is angular frequency. Angular frequency is 2 pi times the linear frequency or omega equals 2 pi nu. We can represent omega in terms of time period also. Omega equals 2 pi by t. ഒമേഗയും
ടൈം പീരീഡുമായിട്ടുള്ള റിലേഷൻ നോക്കുക, ദേ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ദെൻ ദർ ഈസ് അനദർ ടേം വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഫൈ. യു ടേക്ക് ദ ഫേസ് വൺസ് അഗെയിൻ, ഫേസ് ഈസ് ഒമേഗ ടി പ്ലസ് ഫൈ. In this equation, let's substitute t is equal to 0. t equal to 0 ആവുമ്പോൾ ആ കണ്ടീഷനെ നമ്മൾ പറയുന്ന പേര് ഇനിഷ്യൽ കണ്ടീഷൻ എന്നാണ്. So I am going to calculate the initial phase by substituting t equal to 0 in this equation. എന്തായി മാറുമെന്ന് നോക്കുക. t equal to 0 ആയി മാറുമ്പോൾ ഫേസിൻ്റെ വാല്യൂ 5 ആയി മാറും. ഈ 5 എന്ന കോൺസ്റ്റൻറ്റിനെ നമ്മൾ പറയുന്ന പേര് ഫേസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ ഫേസ് എന്നാണ്. So remember, in this equation, x of t is displacement, which is a function of time. A is amplitude. Omega t plus phi is called phase. Omega is called angular frequency, and phi is called phase constant or initial phase. നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ടൈമിൻ്റെ ഒരു ഫംഗ്ഷനാണ്. And now in the figure you can see displacement as a continuous function of time. ആ ഗ്രാഫിലേക്ക് നന്നായി ഒന്ന് നോക്കൂ. What is the maximum value of displacement? ഈ കാണുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാക്സിമം വാല്യൂ. സോ ദിസ് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ. ആംപ്ലിറ്റ്യൂഡിനെ ഞാൻ പോസിറ്റീവ് എ എന്നും നെഗറ്റീവ് എ എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ആംപ്ലിറ്റ്യൂഡ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് എന്ന് ഓർക്കുക. ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ടൈം പീരീഡാണ്. ഒരു കംപ്ലീറ്റ് സൈക്കിളിന് ആവശ്യമായ ടൈമാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ടൈം പീരീഡ് എന്നത് ആംഗുലാർ ഫ്രീക്വൻസിയുടെ ഒരു മെഷർമെൻ്റ് ആണ് എന്നുകൂടി ഓർക്കുക. ഇനി നമുക്കറിയേണ്ടത് ഇതിൽ എന്താണ് ഫൈയുടെ വാല്യൂ എന്നാണ്. ഫൈ എന്നത് ഇനിഷ്യൽ ഫേസ് ആണ്. ഈ ഫിഗറിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും when t is equal to 0, x is equal to plus a. എക്സിന് അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് ആൻഡ് ഇറ്റ് ഈസ് പ്ലസ് എ. ഈ രണ്ട് വാല്യൂസും കൂടി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? എന്താ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ? എക്സ് ഈക്വൽസ് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. ഈ ഇക്വേഷനിൽ ഞാൻ എക്സിന് പകരം എ എന്നും ടിക്ക് പകരം 0 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് എ ഈക്വൽസ് എ കോസ് ഫൈ. ഒമേഗ ടി എന്ന് പറയുന്ന ടേം 0 ആയിപ്പോയി. ഫ്രം ദിസ് ഇക്വേഷൻ വാട്ട് ഈസ് കോസ് ഫൈ? സി കോസ് ഫൈ ഈക്വൽസ് എ ഡിവൈഡഡ് ബൈ എ which is equal to 1. Cos phi is equal to 1. If cos phi is equal to 1, then what is the value of phi? Phi equals cos inverse 1, and you know cos inverse 1 is equal to 0. That means in this case the initial phase is 0. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഇനിഷ്യൽ ഫേസ് 0 ആണെങ്കിൽ at t is equal to 0 x will be the maximum. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ഗ്രാഫ് നന്നായി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. യു ക്യാൻ സീ 2 സിമ്പിൾ ഹാർമോണിക് മോഷൻസ്. ഒന്നിനെ ഞാൻ ഗ്രീൻ കളറിലും മറ്റൊന്നിനെ ബ്ലൂ കളറിലും ഡിസ്പ്ലേസ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് SHM? ഫിഗറിലേക്ക് നോക്കൂ. ഇതാണ് ആദ്യത്തെ ഓസിലേഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അതിനെ നമുക്ക് എ എന്ന് മാർക്ക് ചെയ്യാം. ദെൻ വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സെക്കൻഡ് SHM? ഈ കാണുന്നതാണ് രണ്ടാമത്തെ SHMൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അതിന് നമുക്ക് ബി എന്നും മാർക്ക് ചെയ്യാം. നോക്കൂ, എയും ബിയും സെയിം ആണോ? അല്ല. സോ ഇൻ ദ ഫിഗർ വി റെപ്രസെൻറ്റ് 2 സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ഓഫ് ഡിഫറൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ടൈം പീരീഡ് നോക്കാം. ദേ ഈ കാണുന്നത് ആദ്യത്തെ ഓസിലേഷൻ്റെ ടൈം പീരീഡാണ്. ആൻഡ് ദിസ് ഈസ് ദ ടൈം പീരീഡ് ഓഫ് ദ സെക്കൻഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ആൻഡ് യു ക്യാൻ സീ ബോത്ത് ആർ സെയിം. ഈ രണ്ട് മോഷൻസിൻ്റെയും ഇനിഷ്യൽ ഫേസ് നോക്കൂ. രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെയും ഇനിഷ്യൽ ഫേസ് സെയിം ആണ്. മാത്രമല്ല ആ ഇനിഷ്യൽ ഫേസ് 0യുമാണ്. തൊട്ട് മുമ്പിൽ നമ്മൾ കണ്ടതാണ്. സോ ഇൻ ദ ഫിഗർ വി റെപ്രസെൻറ്റ് 2 ഡിഫറെൻറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ആൻഡ് ദോസ് സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ആർ ഹാവിങ് ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ്, സെയിം ആംഗുലാർ ഫ്രീക്വൻസി. എന്തുകൊണ്ടാണ് സെയിം ആംഗുലാർ ഫ്രീക്വൻസി ആയത്? ടൈം പീരീഡ് ഇസ് ദ സെയിം. And they are having same initial phase. Now you see this figure. ഇവിടെയും
ഞാൻ രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. വാട്ട് അബൌട്ട് ദ ടൈം പീരീഡ്? ദിസ് ഈസ് ദ ടൈം പീരീഡ് ഓഫ് ദ ഫസ്റ്റ് വേവ് ആൻഡ് ദിസ് ഈസ് ദ ടൈം പീരീഡ് ഓഫ് ദ സെക്കൻഡ് വേവ്. യു ക്യാൻ സീ ബോത്ത് ദ വേവ്സ് ആർ ഹാവിങ് സെയിം ടൈം പീരീഡ്. ടൈം പീരീഡ് സെയിം ആവുമ്പോൾ അതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസിയും സെയിം ആവണമല്ലോ. അപ്പോൾ ഈ രണ്ട് ഓസിലേഷൻസിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, ആംഗുലാർ ഫ്രീക്വൻസി സെയിം ആണ്. വാട്ട് അബൌട്ട് ദ ഇനിഷ്യൽ ഫേസ്? സി, എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇനിഷ്യൽ ഫേസ് നമുക്കറിയാം, ഇറ്റ്സ് ഇനിഷ്യൽ ഫേസ് ഈസ് 0. ദെൻ വാട്ട് ഈസ് ദ ഇനിഷ്യൽ ഫേസ് ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിച്ച് ഈസ് മാർക്ക്ഡ് ആസ് ബി? ആ ബി എന്ന ഗ്രാഫിലേക്ക് നോക്കൂ. വെൻ ടി ഈസ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു 0. ഈ രണ്ട് വാല്യൂസും നമുക്ക് എക്സിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഹാവ് എക്സ് ഈക്വൽസ് എ കോസ് ഒമേഗ ടി പ്ലസ് 5. വി നോ വെൻ ടി ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0. അതുകൊണ്ട് ഞാൻ എക്സിന് പകരം 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടിയും 0 ആണ്. സോ ഐ വിൽ ഗെറ്റ് 0 ഈക്വൽസ് എ കോസ് 5, വിച്ച് ഇംപ്ലൈസ് കോസ് 5 ഈക്വൽസ് 0. ഇറ്റ്സ് മീനിങ് ഈസ് 5 ഈക്വൽസ് പൈ ബൈ 2. അതിൻ്റെ മീനിങ് എന്താ? ഫസ്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇനിഷ്യൽ ഫേസ് 0 ആയിരുന്നു. സെക്കൻഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇനിഷ്യൽ ഫേസ് പൈ ബൈ 2 ആണ്. സോ ദർ ഇസ് എ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു സിമ്പിൾ ഹാർമോണിക് മോഷൻസ്. നൗ ഇൻ ദ ഫിഗർ വി റെപ്രസെൻറ്റ് ടു ഡിഫറെൻറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ആംഗുലാർ ഫ്രീക്വൻസി ബട്ട് ഡിഫറെൻറ്റ് ഇനിഷ്യൽ ഫേസ്. ഈ രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസും അതിൻ്റെ പോസിറ്റീവ് മാക്സിമം അറ്റൈൻ ചെയ്തിരിക്കുന്നത് ഒരേ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലാണോ എന്ന് നോക്കി, അല്ല എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ നെഗറ്റീവ് മാക്സിമം അറ്റൈൻ ചെയ്യുന്നതിലും ഒരു ടൈം ഡിഫറൻസ് കാണാൻ പറ്റും. അത് 0-ൽ എത്തുന്നതിലും അതേ ടൈം ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. ഈ ടൈം ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫേസ് ഡിഫറൻസിൻ്റെ ഒരു മെഷറാണ്. നൗ യു കൺസിഡർ ദീസ് ടു സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ഓൾസോ. പറയൂ, നിങ്ങൾ തന്നെ പറയൂ, എന്തൊക്കെയാ സെയിം? ആംപ്ലിറ്റ്യൂഡ് ഇസ് എ സെയിം അല്ലേ? ദെൻ വാട്ട് അബൌട്ട് ദ ഇനിഷ്യൽ ഫേസ്? രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസിൻ്റെയും ഇനിഷ്യൽ ഫേസ് സെയിം ആണ്. നൗ യു സീ ദ ഡിഫറൻസ്. ദിസ് ഈസ് ദി ടൈം പീരീഡ് ഓഫ് ദ ഫസ്റ്റ് SH ആൻഡ് ദിസ് റെപ്രസെൻറ്റ്സ് the time period of the second simple harmonic motion. You can see that both of them are not same. Its meaning is these two simple harmonic motions are having different time period, or we can say different angular frequency. Simple harmonic motion de basics ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്. നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതും. Which of the following relationships between the acceleration a and displacement x of a particle involve simple harmonic motion? We write the options. Option A equals 0.7x. Option B, a equals minus 200x square. Option C, a equals minus 10x. And option D, a equals minus 100x cube. Our options on noku. There are 4 different options and all the options relate acceleration with displacement. Which relation can represent a simple harmonic motion? എന്നാണ് നമുക്കറിയാം. Acceleration must be proportional to displacement and it is directed towards the mean position. The relation should be of the form a equals minus some constant into x. അല്ലേ? a proportional to minus x എന്നാണ് നമ്മൾ കണ്ടത്. So a must be equal to minus a constant into displacement. ഈ ഫോമിൽ വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കൂ. You can see that option is C only. So a equal to minus 10x എന്ന C ഓപ്ഷനാണ് കറക്റ്റ്. എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് അല്ലാതെ പോയത്? നെഗറ്റീവ് സൈൻ അവിടെ ഇല്ല. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ഓപ്ഷൻ? In the second option, acceleration is proportional to square of the displacement. അത് ഒരു ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആകില്ല.
Last option, acceleration is proportional to cube of the displacement there. So, that also cannot represent a linear simple harmonic motion. Simple harmonic oscillator acceleration velocity direction on the compare question a particle is in linear simple harmonic motion between 2 points A and B 10 centimeter apart. Take the direction from A to B as positive, give the signs of velocity, acceleration and force of the particle when it is first one at the end A, second question at the end B, third question at the midpoint of AB going towards A, fourth question at 2 centimeter away from B going towards A, fifth one at 3 centimeter away from A going towards B, and the last question at 4 centimeter away from B going towards A. Noku, a question noku. A particle is in linear simple harmonic motion between 2 points A and B 10 centimeter apart. See, these are the 2 points A and B. These 2 points are separated by a distance of 10 centimeter. So, let us mark the position of A as 0. If so, the position of B will be 10 centimeter. And let M is the midpoint. So, its position is 5 centimeter. In the question, they are giving you that the direction from A to B is to be positive. So, this direction is positive direction in assume cheyunu. Namakku endha calculate cheyandadu nokku. We have to find out the signs of velocity, acceleration and force. Sign matram arnjal madi, values onnum venda. Come to the first question. See, what is the first question? The particle is at the point A. We know that A is an extreme point and velocity of the particle at the extreme point is 0. When the particle is at the point A, we know that particle is attracted towards the mean position. So, the force is directed towards the mean position. So, this is the direction of the force. It is clear that the force is having a positive sign. We know if force is positive, acceleration also must be positive. Acceleration is directed towards the mean position. So, acceleration also is positive. Our second question answers. See the second question. The particle is at the point B. See, B also is an extreme point. So, the velocity of the particle at B also is 0. Force and acceleration are directed towards the mean position. So, this is the direction of force. Now, you can see this force is acting opposite to our positive direction. So, the acceleration is negative, force also is negative. So, velocity is 0, acceleration is negative, force also is negative. Come to the third question. At the midpoint of AB and the particle is going towards A. Midpoint means that is the mean position. At the mean position, velocity of the particle is not 0. Velocity of the particle will be maximum. And in the question they say the particle is moving towards A. Our direction in the figure mark cheyidittundo. Nokku, our velocity positive or negative or നമ്മൾ പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. സോ ദ വെലോസിറ്റി ഈസ് നെഗറ്റീവ്. സി അറ്റ് ദ മീൻ പൊസിഷൻ no force is acting on the particle. So, the force acting on it is 0. The acceleration of the particle also is 0. Come to the fourth part of the question. The particle is 2 centimeter away from B and it goes towards A. See, this is the position of the particle. And they say the particle is going towards A. Obviously, the velocity is negative. Particle is attracted towards the mean position. So, this is the direction of force and acceleration. You can see both force and acceleration are
opposite to the positive direction. So, both of them are negative. Now, you take the fifth part of the question. The particle is 3 cm away from A and it is going towards B. See, this is the position of the particle. The particle is going towards B. Parayu, velocity sign parayu. Velocity is positive. See, force and acceleration are directed towards M. So, force is positive and hence acceleration also is positive. Now, let us come to the last part of the question. The particle is 4 cm away from B and it goes towards A. See, the particle is going towards A. Since the particle is going towards A, in the figure you can see the velocity is negative, acceleration and force are directed towards the mean position and you can see both of them are negative. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ഓർക്കേണ്ടത് ആക്സിലറേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദ മീൻ പൊസിഷൻ ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ എന്ന ഫാക്ടറും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനുമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ചെറിയ അസൈൻമെൻറ്റ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ കൂടി എഴുതും. An object is undergoing SHM with a period of 1.2 second and amplitude 0.6 meter. At t equal to 0, the object is at x equal to 0. How far is the object from the equilibrium position when t equals 0.48 second? നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ആദ്യം എടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഇതിൽ എക്സിൻ്റെ വാല്യൂ ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെൻ ടി ഈക്വൽസ് 0.48 സെക്കൻഡ്. ഫോർ ദാറ്റ് ദ വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഡയറക്ട്ലി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ദെൻ ടു കാൽക്കുലേറ്റ് ഒമേഗ ദേ ആർ ഗിവിംഗ് യു ദ ടൈം പീരീഡ് വിച്ച് ഈസ് 1.2 സെക്കൻഡ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 5 ആണ്, അത് ഇനിഷ്യൽ ഫേസ് ആണ്. ആ ഇനിഷ്യൽ ഫേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അവർ ക്വസ്റ്റിൽ ഒരു ഹിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അറ്റ് ടി ഈക്വൽ ടു 0 ദ ഓബ്ജക്റ്റ് ഈസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇനിഷ്യൽ ഫേസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ എല്ലാ വാല്യൂസും ഉണ്ടെങ്കിൽ വളരെ ഈസിയായി നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ സ്കൂളിലെ ഫിസിക്സ് സാറിന് സബ്മിറ്റ് ചെയ്യും. ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.